we started the unit chemical kinetics, and last class we have seen what is kinetics and what is the equation to get the rate of a chemical reaction. I repeat, the rate of a chemical reaction is the rate of change in concentration of reactant or product in unit time. So we have two equations for the reaction A to B. That is, the rate is the decrease in the concentration of A with respect to time, or increase in the concentration of B with respect to time. So the decrease in concentration usually expressed by putting a negative sign in front of that change in concentration, right? So that is the equation to get the rate of a chemical reaction. And this particular graph that shows us the increase in the concentration of the product or decrease the concentration of a reactant with respect to time. And this particular equation, that is the decrease in the concentration of A with respect to time, or the increase in the concentration of B with respect to time, represents the average rate of a reaction. It represents the average rate of a reaction, and we can write it as R average, R AV in subscript. So average rate of a reaction. So these two rates are average rates. So let us see what is average rate. Actually, average rate that depends on the change in concentration of reactants or products and the time taken for that change to occur. നമ്മൾ ഈ കണ്ട റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത്, അത് ആവറേജ് റേറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ആവറേജ് റേറ്റ് എന്ന് ചോദിച്ചാൽ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച് ടു ഒക്കർ. അതായത് ഒരു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനും ആ ചേഞ്ച് എടുക്കാൻ ആവശ്യമായ സമയവും, ആ ചേഞ്ചിന് ആവശ്യമായ സമയവും. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ അതാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കാണാം. അതിൽ ഡെൽറ്റ ഉള്ള ഇക്വേഷനാണ് നമ്മൾ ഈ ആവറേജ് റേറ്റ് ആയിട്ട് പറഞ്ഞത്, ഡെൽറ്റ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് നമ്മൾ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലുമുള്ള രണ്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ദീസ് ടു ഗ്രാഫ് യു ക്യാൻ പ്ലോട്ട് ദിസ് ഇൻ വൺ ഗ്രാഫ് ഇറ്റ് സെൽഫ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡിക്രീസിങ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാഫും, ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ സെയിം ഗ്രാഫിൽ നമുക്ക് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ കണ്ട ഈ ഗ്രാഫ്. ഇതും നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫും സെയിം ആണ്, റൈറ്റ്? രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരച്ചു എന്നേ ഉള്ളൂ. ഒന്ന് റിയാക്റ്റൻ്റ് ആയിട്ടും ഒന്ന് പ്രോഡക്റ്റ് ആയിട്ടും വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രാഫിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചെറിയ ഒന്ന് രണ്ട് പാരാമീറ്റേഴ്സ് പറയുകയാണ്. വൈ ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. യു ഓൾവേസ് പുട്ട് കോൺസെൻട്രേഷൻ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. ദെൻ ടൈം ഈസ് ദ, യു ക്യാൻ എക്സ്പ്രസ് ടൈം ഇൻ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സ് ഓർ അവേഴ്സ് ഓർ ലൈക്ക് ദാറ്റ്, നോ പ്രോബ്ലം. ഇതിൽ ഇപ്പോൾ ഡിക്രീസിങ് കോൺസെൻട്രേഷൻ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നോർമലി ദാറ്റ് വിൽ ബി ദ റിയാക്റ്റൻറ്റ്, അല്ലേ? അത് റിയാക്റ്റൻ്റ് ആവും, കുറഞ്ഞു വരുന്നതാണ്. റിയാക്ഷൻ നടക്കുമ്പോൾ എമൗണ്ട് കുറയുന്നത് സ്വാഭാവികമായിട്ട് റിയാക്റ്റൻ്റ് ആയിരിക്കും, റൈറ്റ്? ഇനി ഇതിൽ നിങ്ങൾ ആ ഗ്രാഫിൽ യു ടേക്ക് എ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ T1 ആൻഡ് T2. ഒരു T1 ഒരു T2 രണ്ട് ടൈമുള്ള ഒരു ടൈം ഇൻ്റർവെൽ നിങ്ങൾ കണക്കാക്കുക. അത് അപ്പോൾ ഉദാഹരണത്തിന് 0th ടൈം നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അത് 0th ടൈം. അതവിടെ നമുക്കറിയാം, അത് ഒറിജിൻ ആണെന്ന് അറിയാം. അത് ഗ്രാഫിൻ്റെ ഒറിജിൻ 0. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ സമയം നമ്മൾ T1 എന്ന് എഴുതും. ദെൻ ആഫ്റ്റർ 10 മിനിറ്റ്സ് ഓർ 15 മിനിറ്റ്സ്, ഷോർട്ട് ഇൻ്റർവൽ ഓഫ് പീരിയഡ്, നിങ്ങൾ വേറൊരു ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതിൽ എത്ര കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അത് T2 ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ആയി. ഓക്കെ, വിത്തിൻ 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ്, ഇഫ് ഇറ്റ് ഈസ് ഇൻ മിനിറ്റ്സ്. നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഡ്യൂറേഷൻ ആണല്ലോ അത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഗ്രാഫ് നമ്മൾ ആ ടൈമിൻ്റെ അവിടെ അത് പോയിന്റ് ചെയ്യുകയും അത് നമ്മൾ നേരെ വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുകയും ചെയ്താൽ അത് നമ്മുടെ ഗ്രാഫിൽ എവിടെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ T1 എന്നുള്ളത് ഇതാ, ഈ T1 എന്നുള്ളത് അത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അത് മീറ്റ് ചെയ്യും. അത് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്, ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് റിയാക്റ്റന്റ് അറ്റ് ദ ടൈം T1. ഈ പോയിന്റ് അറ്റ് ദ ടൈം T1, ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ്. അതിനെ നമ്മൾ R1 എന്ന് കൊടുത്തു. സോ വാട്ട് ഈസ് R1? R1 ഈസ് ദ concentration of the reactants at time T1.
ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ അത് എ ബി എന്നായിരുന്നു ഈ ഗ്രാഫ്, അതേപടി ടെക്സ്റ്റിൽ നിന്ന് എടുത്തത്. ടെക്സ്റ്റിൽ ആർ എന്നായതുകൊണ്ട് അങ്ങനെ വന്നു വിചാരിച്ചാൽ മതി, ഡോൺ കൺഫ്യൂസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ R1 എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ അറ്റ് ദ ടൈം T1, ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ മെഷർ ചെയ്ത ആ സമയത്ത്, ആദ്യത്തെ മെഷർമെന്റ് എടുത്ത സമയത്ത്, അല്ലാതെ 0th ടൈമിൽ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. 0th ടൈമിലെ കോൺസെൻട്രേഷൻ ഇവിടെ R0 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. R0 ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ അറ്റ് ദ ടൈം 0, അതായത് നമ്മുടെ റിയാക്ഷൻ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ മൊമെന്റിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്നലെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ആ അരി വെള്ളത്തിലിട്ടപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല, അതാണ് 0. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒരു വറ്റെടുത്ത് ഞെക്കി നോക്കുമ്പോൾ എന്ന് പറയാവുന്നതാണ് ഈ R1 എന്ന് പറയുന്നത്. ദെൻ ആഫ്റ്റർ ടൈം, ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ സ്റ്റോപ്പ് വാച്ച് കണ്ടിന്യൂ ചെയ്യാണ്. സ്റ്റോപ്പ് വാച്ചിൽ 10 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് T2, ദാറ്റ് ഈസ് എ ടൈം T2. അപ്പോൾ ഫസ്റ്റ് ടൈം 5 മിനിറ്റ്സ്, ദെൻ സെക്കൻഡ് ടൈം 10 മിനിറ്റ്സ്, റൈറ്റ്. അതാണ് ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണ് R2 എന്ന് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻ അറ്റ് ദ ടൈം T2. ഓക്കെ, ദെൻ വാട്ട് ഈസ് T2 മൈനസ് T1? T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ആ രണ്ട് എക്സ്പെരിമെന്റിന്റെ ഇടയ്ക്കുള്ള ടൈം ഗ്യാപ്പ്. ഇത്രയും സമയം റിയാക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ T2 T1, ഇതിൽ T2 ആണ് കൂടുതൽ കേട്ടോ. ഓക്കെ, ആദ്യത്തെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അങ്ങനെ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. സോ T2 മൈനസ് T1 ഈസ് ഡെൽറ്റ T, ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടൈം. എത്ര സമയം, ദാറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച് ടു ഒക്കർ. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ്. ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച് ടു ഒക്കർ, ദാറ്റ് ഈസ് ഡെൽറ്റ T. അവിടെ ഉണ്ടായ കോൺസെൻട്രേഷൻ ഡിഫറൻസ് എത്രയാ? ദാറ്റ് ഈസ് എ ഡിഫറൻസ് ഓഫ് ദിസ് R1 ആൻഡ് R2. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറയും, സ്വാഭാവികമായിട്ടും ചേഞ്ച് നമ്മൾ പറയുമ്പോൾ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് എന്ന് തന്നെയാണ് എഴുതുക. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് വൺ. ദാറ്റ് ഈസ് R2 മൈനസ് R1 ഇറ്റ്സെൽഫ്, നോ പ്രോബ്ലം. പക്ഷെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ R2 മൈനസ് R1 മൈനസ് ക്വാണ്ടിറ്റി ആണ്. കാരണം സമയം പോകുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കുറഞ്ഞു വരിക തന്നെയാണ് ചെയ്യുക. ഇറ്റ് ഡിക്രീസസ് കണ്ടിന്യൂസ്ലി. അപ്പോൾ കുറഞ്ഞ കോൺസെൻട്രേഷനിൽ നിന്ന് കൂടിയ കോൺസെൻട്രേഷൻ ആണ് മൈനസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഒരു മൈനസ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ്, ഇവിടെ ആവറേജ് റേറ്റ് നമ്മൾ എഴുതുമ്പോൾ മൈനസ് ഡെൽറ്റ ആർ എന്ന് എഴുതുന്നത്. മൈനസ്, ഈ മൈനസ് വെറുതെ വന്നതല്ല, ഇറ്റ് ഈസ് ദർ ഇൻ ദിസ് വൺ ഇക്വേഷൻ ബൈ ഡെൽറ്റ ടി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ്. അപ്പൊ ഈ മൈനസ് അവിടെ വേണം, അത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ് എന്നുള്ളത് അവിടെ വേണം. പിന്നെ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് R2 മൈനസ് R1. അത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ നമുക്ക് രണ്ട് കൺഫ്യൂഷൻ അവിടെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒന്ന്, ഈ മൈനസ് എന്താണെന്ന് പറഞ്ഞപ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് നേച്ചുറൽ, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ R2 മൈനസ് R1 വരുമ്പോൾ ഒരു മൈനസ് വരില്ലേ? അപ്പൊ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവുമല്ലോ സ്വാഭാവികമായിട്ട്. അത് പ്ലസ് ആവണം. കാരണം റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് മൈനസ് റേറ്റ് പറയാൻ വയ്യല്ലോ, അതുകൊണ്ട് റേറ്റ് പോസിറ്റീവ് ആയിട്ട്. അപ്പോൾ പോസിറ്റീവ് വരണമെങ്കിൽ വൺ നെഗറ്റീവ് സൈൻ അവിടെ ഓൾറെഡി ഉണ്ടാവണം. അതർവൈസ് R2 മൈനസ് R1 നെഗറ്റീവ് ആവും. അപ്പോൾ വെറും നെഗറ്റീവ് ആയിട്ട് അത് നിൽക്കും. അത് പറ്റാത്തതുകൊണ്ടാണ് ദാറ്റ് നെഗറ്റീവ് ഈസ് ദർ ഇൻ ദ ഇക്വേഷൻ ആൻഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സബ്സ്റ്റൻസ്. അപ്പൊ അത് ശരിയായി. അപ്പൊ നെഗറ്റീവും പിന്നെ ഈ R2 മൈനസ് R1 എന്ന് വരുന്ന നെഗറ്റീവ് കൂടി ചേർന്നിട്ട് അത് പോസിറ്റീവ് ആവും. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് ശരി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഇതിപ്പോൾ ഒരു വലിയ ടൈം, ഒരു 5 മിനിറ്റിന്റെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ 10 മിനിറ്റിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അതിന് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അത് ഇൻക്രീസിങ് കോൺസെൻട്രേഷനിൽ നമ്മൾ ഇപ്പുറത്തെ ഗ്രാഫിൽ നമ്മൾ അതേപടി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ സൈൻ മാറും. കാരണം ഇവിടെ T1 എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ഓക്കെ, T2 എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ് ഇവിടെ വരിക, പ്രോഡക്റ്റ്. സോ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഈസ് ഗ്രാജുവലി ഇൻക്രീസിങ്. So you can see at time T1 there is a concentration of product that is taken as P1. Then at time T2 the corresponding concentration of product is P2. So what is a change in concentration? That is P2 minus P1. P2 is higher value and P1 is lower value. So P2 minus P1, that is a positive value. So delta P by the change in time delta T. So P2 minus P1 by T2 minus T1. Okay, this is the average rate. അപ്പോൾ ആവറേജ് റേറ്റ് ആണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ വാട്ട് ഈസ് ആവറേജ് റേറ്റ് എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു സേ ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച് ടു ഒക്കർ. മനസ്സിലായില്ലേ? സോ ഇറ്റ് ഈസ് എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം, നോട്ട് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ നടക്കുന്നതല്ല, ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ നടക്കുന്നതാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. മനസ്സിലായി? ഇനി നമ്മുടെ യൂണിറ്റുകൾ എന്താണെന്ന് നോക്കാം. യൂണിറ്റ്സ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റിന്റെ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് ഇപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ അതിന്റെ യൂണിറ്റ് അതിൽ നിന്ന് കിട്ടുമല്ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ പെർ ടൈം എന്നല്ലേ, അല്ലെ?
അപ്പോൾ യൂണിറ്റ് ഓഫ് റേറ്റ് ആർ കോൺസെൻട്രേഷൻ ടൈം റേസ് ടു -1. അത് കോൺസെൻട്രേഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷന്റെ യൂണിറ്റും കോൺസെൻട്രേഷൻ തന്നെയാണ് അല്ലേ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് ഇപ്പോൾ കോൺസെൻട്രേഷൻ മൈനസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്ലെസ് ആവില്ല. 10 മീറ്റർ മൈനസ് 5 മീറ്റർ എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്നത് 10 മൈനസ് 5 5 മാത്രമല്ല, 5 മീറ്റർ എന്ന് തന്നെ പറയണം അല്ലേ. 10 മീറ്റർ മൈനസ് 5 മീറ്റർ. അപ്പോൾ അത് 10 മീറ്റർ മൈനസ് 5 മീറ്റർ, 10 മൈനസ് 5 = 5 മീറ്റർ മൈനസ് മീറ്റർ 0 എന്ന് പറയുന്ന പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് മീറ്റർ ഇറ്റ് സെൽഫ്. ലൈക്ക് ദാറ്റ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഈസ് കോൺസെൻട്രേഷൻ. ദെൻ ബൈ ടൈം ആണ് അല്ലേ, ബൈ ടൈം. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നല്ലേ നമ്മൾ എഴുതിയത് പ്രോഡക്റ്റിന്റെ കേസിൽ. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, അത് എന്താണ്, കോൺസെൻട്രേഷൻ തന്നെയാണ്. പെർ ടൈം ഡെൽറ്റ ടി എന്ന് പറയുന്നതും അതിന്റെ ടൈമിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ അത്. അപ്പോൾ നമ്മളിവിടെ ടൈം എന്ന് എഴുതിയേ ഉള്ളൂ, സെക്കൻഡോ മിനിറ്റോ എന്ത് വേണമെങ്കിലും. അപ്പോൾ ബൈ ടൈം എന്നുള്ളത് മുകളിലേക്ക് എടുത്ത് എഴുതിയപ്പോഴാണ് അത് എന്ത് വന്നത്, ടൈം റേസ് ടു -1. റൈറ്റ്. അപ്പോൾ ഇനി കോൺസെൻട്രേഷൻ മോൾസിൽ പറയാണ്, മോൾ പെർ ലിറ്ററിൽ പറയാണ്. കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്റർ മൊളാരിറ്റിയിൽ പറയാണ്. ടൈം സെക്കൻഡ്സിൽ പറയുകയാണെങ്കിൽ അപ്പോൾ എന്ത് എഴുതും, കോൺസെൻട്രേഷൻ എന്നുള്ളത് മോൾ പെർ ലിറ്റർ എന്ന് എഴുതും, ടൈം എന്നുള്ളത് സെക്കൻഡ്. അപ്പോൾ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. മോൾ പെർ ലിറ്റർ ഈസ് ഓൾറെഡി ഇസ് ദർ ഇൻ ദ കോൺസെൻട്രേഷൻ ടേം. സെക്കൻഡ് എന്ന് പറയുന്നത് ബൈ സെക്കൻഡ് ആയതുകൊണ്ട് അല്ലേ. ഡെൽറ്റ പി ബൈ ടി, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ മോൾ പെർ ലിറ്റർ, ബൈ ടി എന്ന് പറയുന്നത് സെക്കൻഡ്. അപ്പോൾ അത് മുകളിലേക്ക് വരുമ്പോൾ ന്യൂമറേറ്ററിൽ എത്തുമ്പോൾ അത് second raised to -1. So now the unit is mole per liter per second. Don't forget this one, mole per liter per second. Okay. അപ്പോൾ അതാണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. യൂണിറ്റ് യു ക്യാൻ ഡിറൈവ് ഫ്രം ദ ഇക്വേഷൻ. ഇക്വേഷൻ അറിഞ്ഞാൽ യൂണിറ്റ് എഴുതുന്നതിന് പ്രയാസമൊന്നുമില്ല. ഇനി ഇത് ഗ്യാഷ്യസ് ആണെങ്കിൽ എപ്പോഴും ഈ ലിക്വിഡ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. ഗ്യാഷ്യസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അറ്റ്മോസ്ഫിയേഴ്സിൽ പറയും അല്ലെങ്കിൽ ബാറിൽ പറയും. അതെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ യൂണിറ്റിൽ, പ്രഷറിന്റെ യൂണിറ്റിൽ. കാരണം അത് അങ്ങനെയല്ലേ, പാർഷ്യൽ പ്രഷറിലല്ലേ നമ്മൾ സാധാരണ പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ആ യൂണിറ്റിൽ പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ അറ്റ്മോസ്ഫിയർ, ദ യൂണിറ്റ് ഓഫ് ദ റേറ്റ് ഓഫ് ദ ഇക്വേഷൻ വിൽ ബി അറ്റ്മോസ്ഫിയർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞത്. അറ്റ്മോസ്ഫിയർ പെർ സെക്കൻഡ് അവിടെ നിർബന്ധമൊന്നുമില്ല, അവിടെ പ്രഷറിന്റെ ഒരു യൂണിറ്റ് കൊണ്ടുവന്നാൽ മതി എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. സോ ഇൻ gaseous reactions, when the concentrations of gases is expressed in terms of their partial pressures, then the unit of the rate equation will be atmosphere per second. ഈ പെർ സെക്കൻഡ് അതിൽ പെർ ടൈം ഉള്ളതുകൊണ്ടാണ് വരുന്നത്, പെർ സെക്കൻഡ് വരുന്നത്. അപ്പോൾ അത് ടൈം അവിടെ ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. ഇതാണ്. ഓക്കെ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താ. നമ്മൾ ആവറേജ് റേറ്റ് നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കണം, ആവറേജ് റേറ്റ്. ദെൻ ലെറ്റ് us go to the ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റിലേക്കാണ് പോകുന്നത്. എന്താണ് ആ പേരിലുണ്ടല്ലോ, ഇൻസ്റ്റന്റേനിയസ്. ഇറ്റ് ഈസ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ദ റേറ്റ് അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ടൈം ഓർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഈ മൊമെന്റ് എന്ന് ഓർക്കാൻ പറ്റില്ലെങ്കിൽ ഇൻസ്റ്റന്റ്, ഇറ്റ് ഈസ് ആൾറെഡി ദർ ഇൻ ദ നെയിം ഇൻസ്റ്റന്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പോൾ ഇത് ഒരു പർട്ടിക്കുലർ മൊമെന്റിലേക്ക് കൊണ്ടുവരണം, ഒരു പർട്ടിക്കുലർ മൊമെന്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് 5 മിനിറ്റിന്റെയും 10 മിനിറ്റിന്റെയും ഇടയ്ക്കുള്ള ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ഞാൻ നേരത്തെ കോഴിക്കോട്ടേക്ക് ഒരു ബസ്സിൽ കയറിയിരുന്നിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ പിന്നെ കോഴിക്കോട് എത്താണ്. സോ അതിന്റെ ഇടയ്ക്ക് ഒരു 1 hour എടുക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ 1 hour, ആ 1 hourന്റെ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം വാട്ട് ഈസ് ദ സ്പീഡ് ഓർ വെലോസിറ്റി ഓഫ് ദാറ്റ് ബസ്. ഓക്കെ, അത് നമ്മൾ ആവറേജ് ആയിട്ട് പറയും. അല്ലെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ്, എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, കൊണ്ടോട്ടിയിൽ എത്രയാണ് സ്പീഡ്, സോ ദാറ്റ് ഈസ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയും. അവിടെ ഒരു പോയിന്റേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ടൈം, ആ ടൈമിൽ അത് സ്റ്റാർട്ട് ചെയ്ത് 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 25ാമത്തെ മിനിറ്റിൽ എത്രയായിരുന്നു റേറ്റ്, അല്ലാതെ 20 മുതൽ 25 വരെ അങ്ങനെയല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ 20 മുതൽ പിന്നെ 30 വരെ നമ്മുടെ കയ്യിൽ ടൈം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 20നെ നമ്മൾ 30ലേക്ക്, 30നെ 20ലേക്ക്, ഇങ്ങനെ നമ്മളിങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ദേ മീറ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. So it is obtained when we consider the average rate at the smallest time interval. ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ടൈം ഇന്റർവൽ, അതാണ് ഒരു ഇത്രാമത്തെ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞത്. അതായത് ആ ഡെൽറ്റ ടി നമ്മൾ അങ്ങോട്ട് 0 ആക്കി കൊണ്ടുവരും. ഡെൽറ്റ ടി 0 ആക്കൽ എങ്ങനെയാ? ഇപ്പോൾ T1 = 5, T2 = 10. അപ്പോൾ T2 - T1 5 സെക്കൻഡ്സിന്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ആ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 4 സെക്കൻഡ് ആക്കുന്നു, അതായത് ഈ ടൈം ഗ്യാപ്പ് കുറയ്ക്കുന്നു. വീണ്ടും അതിനെ 3 സെക്കൻഡ്സ് ആക്കുന്നു, ടൈം ഗ്യാപ്പ് കുറയ്ക്കുന്നു. ഇങ്ങനെ കുറച്ച് ഡെൽറ്റ ടി 0 ആവുമ്പോൾ ദർ ഇസ് നോ ടൈം ഗ്യാപ്പ് ആൻഡ് ദാറ്റ് ഈസ് ദ മൊമെന്റ് അല്ലേ. അതിന് പിന്നെ ടൈം ഗ്യാപ്പ് ഇല്ല, പിന്നെ അതാണ്, ആ സമയമാണ് നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് റെപ്രസെന്റ് ചെയ്യാൻ സാധാരണഗതിയിൽ മാത്സിൽ നമ്മൾ ഡെൽറ്റ അല്ല യൂസ് ചെയ്യുക. ഡെൽറ്റ ചേഞ്ച്, അത് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതിന്. ഇവിടെ നമ്മൾ ഈ സ്മോൾ ചേഞ്ച് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്മോൾ ഡി ആണ്. സ്മോൾ ഡി ആണ്, വേർ ഡെൽറ്റ ടി അപ്രോച്ചസ് 0. ആ
സമയത്ത് സ്മോൾ ഡി ഉപയോഗിച്ച ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഡെൽറ്റ ടി ആയാലും ഡി ടി ആയാലും ടി ടൈമാണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ലാർജ് ഡിഫറൻസ് ഉണ്ട്. എന്നാൽ ഡി ടി എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടില്ല. വേർ ദ ചേഞ്ച് ഇൻ ടൈം ഈസ് സീറോ. ഡെൽറ്റ ടി അപ്രോച്ചസ് സീറോ എന്ന് പറയും. മാക്സിൽ അങ്ങനെയല്ലേ പറയാം. ലിമിറ്റിംഗ് ആണ്. സോ ആസ് ഡെൽറ്റ ടി അപ്രോച്ചസ് സീറോ, ഓക്കെ. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഗ്രാഫിൽ കണ്ടിട്ട് പറയാം. ഇവിടെ നോക്കൂ, റിയാക്ടന്റിന്റെ കേസിൽ വി ഹാവ്, അവിടെ നമ്മൾ ആർ ഇൻസ്റ്റന്റേനിയസ് എന്നാണ് എഴുതുക, ആർ ആവറേജ് എന്നല്ല എഴുതുക. ആർ എ വി എന്ന് എഴുതിയാൽ ആവറേജ് റേറ്റ് ആണ്. ആർ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ടൈം. അപ്പൊ ആർ ഇൻസ്റ്റന്റ് എന്ന് എഴുതി. ഇൻസ്റ്റന്റ് എന്നുള്ളത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി. ഈസിക്കൽ ടു ഈ മൈനസ് ഡെൽറ്റ ആർ എന്നുള്ളതിന് പകരം നമ്മൾ മൈനസ് ഡി ആർ എന്ന് എഴുതും. ഡി സ്മോൾ ചേഞ്ചിനാണ് ഡി ബൈ ഡി ടി. അപ്പോൾ കോൺസെൻട്രേഷനിലാണെങ്കിൽ അത് ഡി ആർ എന്ന് എഴുതും, ടൈമിലാണെങ്കിൽ അത് ഡി ടി എന്ന് എഴുതും. അത് ഡിഫറൻഷ്യൽ ഫോം ആണ്. ഓക്കെ. ഇനി അതിന്റെ ഗ്രാഫ് നോക്കൂ. അതിന്റെ ഗ്രാഫ് നമ്മളിവിടെ ഒരു ടി എന്നാണ് കൊടുത്തുള്ളത്. കണ്ടു, ടി 20th സെക്കൻഡിൽ അല്ലെങ്കിൽ 30th സെക്കൻഡിൽ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അതിൽ ഗ്യാപ്പ് ഇല്ല, ഡെൽറ്റ ടി ഇല്ല. അപ്പൊ ഈ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ മറ്റുള്ള ടൈമുകളൊക്കെ ആണെങ്കിൽ അതിനെ ആ ചേഞ്ചിനെല്ലാം അങ്ങോട്ട് അടുപ്പിക്കുക ചെയ്തത്. സോ ഡെൽറ്റ ടി ബിക്കംസ് സീറോ. മനസ്സിലായല്ലോ. പക്ഷെ ആ പോയിന്റിൽ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം, ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് ആ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് റേറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ അതാണ് ചെയ്യുക. ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ലോപ്പ് നമ്മളിങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കും. യു ക്യാൻ സി എ സ്ട്രേറ്റ് ലൈൻ ചെയ്യാം. മനസ്സിലായില്ലേ? ആ സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ 2 പോയിന്റ് എടുത്തിട്ട്, എനി 2 പോയിന്റ്സ് യു ക്യാൻ ടേക്ക്. പോയിന്റ് എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു എക്സും വൈയും ആക്സിസും വരയ്ക്കുക. അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എക്സും വൈയും ആക്സിസ്. അങ്ങനെ എക്സ് ആക്സിലുള്ളതിനെ നമ്മൾ ഡി ടി ആയിട്ടും വൈ ആക്സിലുള്ളതിനെ ഡി ആർ ആയിട്ടും കണക്കാക്കിയിട്ട് നമുക്ക് അതിന്റെ സ്ലോപ്പ് കാണാം. ആൻഡ് ദാറ്റ് സ്ലോപ്പ്, ദാറ്റ് ഈസ് ദ മൈനസ് സ്ലോപ്പ് ഓഫ് ദാറ്റ്. ആ മൈനസ് സ്ലോപ്പാണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. സ്ലോപ്പ് കണ്ടാൽ മതി. ഇനി നമുക്ക് അതിന്റെ പിന്നെ പ്രോഡക്റ്റിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാണാനെന്ന് വെച്ചാൽ സിമിലർലി യു ടേക്ക് എ ടൈം അറ്റ് എനി ടൈം, ഏതെങ്കിലും ഒരു ടൈമിൽ, then you draw a line which is parallel to y-axis in order to meet that particular curve. So ഒരു പോയിന്റ് ഇവിടെ കിട്ടും. ഈ പോയിന്റിലെ റേറ്റ് ആണ് ചോദിച്ചത്. അപ്പൊ ആ പോയിന്റിലെ റേറ്റ് കിട്ടാൻ ആ പോയിന്റ് കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ആ സ്ട്രേറ്റ് ലൈൻ ഇൻവോൾവ് ചെയ്യുന്നതിന്റെ സ്ലോപ്പ് നമ്മൾ കാണും. അപ്പൊ സ്ലോപ്പ് കാണുമ്പോൾ ആ സ്ലോപ്പിൽ ഉള്ള എന്ത് വേണം? ഇപ്പൊ ഇതാണ്ടോ ഈ പോയിന്റുകൾ ഏത് പോയിന്റാണ് ആ ഗ്രാഫ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതിന്റെ സ്ലോപ്പാണ് നമ്മൾ കണ്ടത്, ഈ വരച്ചത്. എന്നിട്ട് അതിന്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഡി പി ആയിട്ടും ചേഞ്ച് ഇൻ ദി ടൈം നമ്മൾ ഡി ടി ആയിട്ടും കാണാം. അപ്പോൾ സ്മോൾ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ സ്മോൾ ചേഞ്ച് ഇൻ ദി ടൈം. അപ്പോൾ ഡി പി ബൈ ഡി ടി, ദാറ്റ് ഈസ് ദ സ്ലോപ്പ്. ദാറ്റ് സ്ലോപ്പ് ഈസ് ദി വാട്ട്. അത് നമ്മൾ സാധാരണ ഈ സ്ട്രേറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്നാണ് പറയുക. ആ സ്ലോപ്പാണ് നമ്മളിവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയിട്ട് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആർ ഇൻസ്റ്റന്റേനിയസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഓഫ് ആർ ബൈ ഡി ടി. അപ്പൊ ഈ മൈനസ് ഡി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്നുള്ളതുകൊണ്ടാണ് മൈനസ് വന്നത്. ഓർ ഡി ഓഫ് പി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ഡി ടി. ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളുടെ പിന്നെ ഇങ്ങനത്തെ ഇക്വേഷൻസ്, റേറ്റ് ഇക്വേഷൻസ് കാണാം. ഓക്കെ. അപ്പൊ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉദാഹരണം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ പറയാണ്. ഇതിപ്പോൾ ഒരു വലിയ ഇക്വേഷനാണ് കൊടുത്തുള്ളത്. അതിലേക്ക് നമ്മളൊരു സിമ്പിൾ ഇക്വേഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. Hg plus Cl2 gives HgCl2. Hg plus Cl2 gives HgCl2. What is the rate of reaction in terms of increasing the concentration of reactant or product? ഏതായാലും മതി. അപ്പോൾ you write down this equation. Hg plus Cl2 gives HgCl2. അപ്പോൾ നമുക്ക് വേണ്ടത് 2 റേറ്റ് നമ്മൾ പറയാം. ഇൻസ്റ്റന്റേനിയസ് റേറ്റും പറയാം, ആവറേജ് റേറ്റും പറയാം. Let us see what is average rate here. That is a decrease in the concentration of reactant with the time or increase in the concentration of product with the time. But the problem here is we have two reactants, 2 reactants ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ അപ്പോൾ റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ കാണുന്നുള്ളൂ. തൽക്കാലത്ത് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ 2 a plus b gives c അല്ലെങ്കിൽ x plus y gives z എന്നുള്ള രൂപത്തിലാണ്. മനസ്സിലായില്ലേ? ഹൗ ടു വർക്ക് ഔട്ട് ഓഫ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇതിന്റെ കേസിൽ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. So if all the reactants make the same contribution to the overall reaction, that is where the rate
expression comes in. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് മേ ടേക്ക് മോർ കോൺട്രിബ്യൂഷൻ ടു ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ദാൻ വൈ, ഓർ എക്സ് മേ മേക്ക് നോ കോൺട്രിബ്യൂഷൻ ടു ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻസ്റ്റെഡ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വൈ. ഓക്കെ, അപ്പോൾ ഇതിന്റെ അറിയണമെങ്കിൽ ഒറ്റ വഴിയുള്ളത്, ഓൺലി വേ ടു ഫൈൻഡ് ഔട്ട് ദിസ് ഈസ് ത്രൂ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ അത് കണ്ടുപിടിക്കാൻ വഴിയുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റേറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ ഇക്വേഷൻ മനസ്സിലുണ്ടാവും. എച്ച് ജി പ്ലസ് സി എൽ ടു ഗ്യൂസ് എച്ച് ജി സി എൽ ടു. അപ്പോൾ എച്ച് ജിയും സി എൽ ടുവും എന്താണ്? റിയാക്ടൻസ് ആണ്, അല്ലേ? റിയാക്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ റേറ്റ് പറയുമ്പോൾ ഡിക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ട് എനി വൺ ഓഫ് ദ റിയാക്ടന്റ്, ഏതെങ്കിലും ഒരു റിയാക്ടന്റ് പറഞ്ഞാൽ മതി, ഒറ്റ റിയാക്ടന്റ് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എച്ച് ജിയുടെ രൂപത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ മൈനസ് ഓഫ് ഡെൽറ്റ എച്ച് ജി. അങ്ങനെ എച്ച് ജി എന്ന് പറഞ്ഞാൽ അതിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. എച്ച് ജി എന്ന് പറഞ്ഞാൽ അതിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അതാണ് when you see square brackets around the formula means it is a concentration. അത് കോൺസെൻട്രേഷൻ ആണ്, അത് മറക്കരുത്. അപ്പൊ ഞാനിത് പറയുന്നില്ല എന്നേ ഉള്ളൂ, അതിങ്ങനെ എപ്പോഴും പറയണ്ടല്ലോ വിചാരിച്ചിട്ട് പറയാത്തതാണ്, മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ മൈനസ് ഡെൽറ്റ എച്ച് ജി ബൈ ഡെൽറ്റ ടി. അപ്പോൾ എച്ച് ജി എത്ര കുറയുന്നുവോ അത്രയും അതിനനുസരിച്ച് ഈ റിയാക്ഷൻ നടക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ സി എൽ ടു എത്ര കുറയുന്നുവോ അതിനനുസരിച്ചും ഈ റിയാക്ഷൻ നടക്കും. സോ മൈനസ് ഓഫ് ഡെൽറ്റ Cl2 by delta T. മൈനസ് ഓഫ് ഡെൽറ്റ, അപ്പോൾ അവിടെയും മൈനസ് വേണം. രണ്ടും റിയാക്ടൻസ് ആണ്. റിയാക്ടൻസ് ഉള്ളിടത്ത് നിങ്ങൾ ആ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പറയുമ്പോൾ മൈനസ് ഇടണം, മനസ്സിലായി? ശരി, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. എത്ര എച്ച് ജി കുറയുന്നുണ്ടോ അതേ റേറ്റിൽ തന്നെയാണ് സി എൽ ടുവും കുറയുന്നുണ്ടാവുക. അതേ റേറ്റിൽ തന്നെയാണ് എച്ച് ജി സി എൽ ടു ഉണ്ടാവുകയും ചെയ്യുക. അതേ റേറ്റിൽ തന്നെയാണ് എച്ച് ജി സി എൽ ടു ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ അവിടെ എങ്ങനെ എഴുതുക? അവിടെ എഴുതുക റേറ്റ് ഈസ് ഈക്വൽ ടു, മൈനസ് വേണ്ട, പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ജി സി എൽ ടു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ അത് മൂന്നും കൂടി ഞാൻ ഒന്നിച്ച് പറയാം. മൈനസ് ഓഫ് ഡെൽറ്റ എച്ച് ജി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ സി എൽ ടു ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ജി സി എൽ ടു ബൈ ഡെൽറ്റ ടി. ഇതാണ് ഇതിന്റെ മൂന്നെണ്ണം, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് എച്ച് ജി ഐ എച്ച് ഐ എന്താണ്? എച്ച് ജി സി എൽ ടു പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. എച്ച് ഐ ഹൈഡ്രജൻ അയോഡൈഡ്, അതിന്റെ ഒരു ഡികമ്പോസിഷൻ എടുക്കാൻ വിചാരിക്കുക. എച്ച് ഐ ഗീവ്സ് എച്ച് ടു പ്ലസ് ഐ ടു. അത് ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻസ് 2HI ഗീവ്സ് എച്ച് ടു പ്ലസ് ഐ ടു. മറ്റേലൊന്നും അങ്ങനെ വന്നിട്ടില്ല. എല്ലാത്തിനും സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻസ് സെയിം ആയിട്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പം അതല്ല, അത് നിങ്ങൾ കേട്ടിരുന്നൊരു കാര്യമില്ല, നിങ്ങൾ എഴുതി തന്നെ ചെയ്യുക. 2HI ഗീവ്സ് എച്ച് ടു പ്ലസ് ഐ ടു. ഇക്വേഷൻ എഴുതിയെന്ന് വിചാരിക്കണം. അപ്പൊ ഇനി എന്താ എഴുതേണ്ടത്? ഇനി എഴുതേണ്ടത് ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? വെറും എച്ച് ഐ എഴുതിയാൽ പോരാ, 2HI. 2HI കുറയുമ്പോഴാണ് ഒരു എച്ച് ടു ഉണ്ടാവുന്നത്. 2HI കുറയുമ്പോഴാണ് ഒരു ഐ ടു ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു HI കുറയുന്ന സ്പീഡാണ് നിങ്ങൾ റേറ്റ് ആണ് പറയുന്നതെങ്കിൽ അര എച്ച് ടു ഉള്ളൂ എന്നാണ് പറയേണ്ടി വരിക. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അപ്പോ പിന്നെ ഒരു എച്ച് ടു 2HI കുറഞ്ഞാൽ ഒരു എച്ച് ടു, ഇതാണ് നമ്മുടെ കണക്ക്. 2HI കുറഞ്ഞാൽ അപ്പോ എച്ച് ഐയുടെ കുറവ് ഡബിൾ ആയിട്ടല്ലേ വരിക റേറ്റ് എന്ന് പറയുമ്പോൾ. എച്ച് ടു ഉണ്ടാവുന്ന റേറ്റിന്റെ ഡബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇരട്ടി എച്ച് ഐ കുറയുന്നുണ്ട്. ഒന്നുകൂടി പറയാം, 2HI ഗീവ്സ് എച്ച് ടു പ്ലസ് ഐ ടു. ഓക്കെ, അതായത് 2HI കുറയുമ്പോൾ ഒരു എച്ച് ടു ഉണ്ടാവും, ഒരു ഐ ടു ഉണ്ടാവും. അപ്പോൾ എച്ച് ടു ഉണ്ടാവുന്ന റേറ്റിലാണോ എച്ച് ഐ കുറയുന്നത്? അല്ല, എച്ച് ടു ഉണ്ടാവുന്നതിന്റെ ഇരട്ടി റേറ്റിൽ എച്ച് ഐ കുറയണം, ഇരട്ടി പണിയെടുക്കണം, മനസ്സിലായില്ലേ? അല്ലാതെ ഒരു HI കുറഞ്ഞാൽ ഒരു എച്ച് ടു ഉണ്ടാവില്ല. 2HI കുറഞ്ഞാല് അപ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് HI ഈസ് ഡബിൾ ടു ദാറ്റ് ഓഫ് എച്ച് ടു ഓർ ഐ ടു, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഡബിളിന്റെ കുറച്ചിൽ നമുക്ക് റേറ്റിൽ പറയണ്ട, ഒന്നിന്റെ പറഞ്ഞാൽ മതി. ഒന്നിന്റെ പറയണമെങ്കിൽ ഡബിളിന്റെ പകുതി എടുത്താൽ മതിയല്ലോ. അപ്പൊ 1/2 എന്ന് എടുക്കണം റേറ്റ് പറയുമ്പോൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ കോഎഫിഷ്യന്റ് എത്ര ഉണ്ടോ അതിനെ നമ്മൾ 1/, ആയിട്ട് എഴുതേണ്ടി വരും റേറ്റിൽ. കോഎഫിഷ്യന്റ് എത്ര ഉണ്ടോ അതിനെ 1/, ആയിട്ട്. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ വീണ്ടും എടുക്കുക, നിങ്ങളുടെ കയ്യിൽ പേപ്പർ പെൻസിലൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. 2HI ഗീവ്സ് എച്ച് ടു പ്ലസ് ഐ ടു. ഇനി നിങ്ങൾ റേറ്റ് എഴുതും. റേറ്റ്, സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു, റേറ്റ് എല്ലാത്തിന്റെയും ഒരേ റേറ്റ് അല്ലേ വരിക, എഴുതുക. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ്, റിയാക്ടറിന്റെ കേസിലാണ് ആദ്യം പറയുന്നത്, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഏതും പറയാം, കുഴപ്പമൊന്നുമില്ല, പറയുന്നു മാത്രം. നമ്മൾ തുടക്കം മുതൽ ഞാൻ പറഞ്ഞു പോകാം. മൈനസ് അത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ഓക്കെ, 1/2 ഡെൽറ്റ എച്ച് ഐ, 1/2 ഡെൽറ്റ എച്ച് ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ആ 1/2 വന്ന എന്തിനാ? കാരണം ഇരട്ടി എണ്ണം എച്ച് ഐ കുറയുന്നുണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് സെയിം ഒരു ഒറ്റ റേറ്റ് അല്ലേ പറയുന്നത്. അപ്പോൾ 1/2
delta hi divided by delta t is equal to delta h2 by delta t is equal to delta I2 by delta t. നോക്കൂ, നിങ്ങൾ ഇത് റിയാക്ഷനിൽ H2 plus I2 എന്ന് എഴുതിയതുകൊണ്ട് റേറ്റ് എഴുതുമ്പോഴും ഇതിന്റെ രണ്ടിനെയും കൂടി റേറ്റ് കൂട്ടുന്ന പോലെ എഴുതരുത്. എത്ര H2 ഉണ്ടാവുന്നുണ്ടോ അത്രയും I2 ഉണ്ടാവുന്നുണ്ട്. കോഎഫിഷ്യൻസ് സെയിം ആണ്. അല്ലെങ്കിലേ നമുക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഉള്ളതാണ് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ഇക്വേഷൻ എന്താ? 5br പ്ലസ്, നിങ്ങൾ അക്വസ് അതിപ്പോ തൽക്കാലം അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കിത് പറയാം. 5br പ്ലസ് BrO3 പ്ലസ് 6hi gives 3br2 plus 3h2o. ഇതിന്റെ റേറ്റ് പറയണം, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ആവറേജ് ആവുമ്പോൾ നമ്മൾ ഡെൽറ്റ പറയും, ഇൻസ്റ്റന്റേനിയസ് ആവുമ്പോൾ ഡി പറയും. ആ വ്യത്യാസമേ ഉള്ളൂ, നമുക്ക് മാറ്റൊന്നുമില്ല. യു ക്യാൻ പുട്ട് ഇറ്റ് അക്കോർഡിംഗ്ലി. ഇവിടെ ഞാനത് ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് അതിടാം. അപ്പൊ റേറ്റ് ഈസിക്കൽ ടു ഉണ്ട് കേട്ടോ, വിസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. എന്താണ് എഴുതിയിട്ടുള്ളത്? മൈനസ്, യു പുട്ട് എ മൈനസ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് because it is decrease in the concentration of this. 1 minus is there. Minus 1/5. ഈ 5 അവിടെ ഉണ്ട്. അപ്പൊ 5 BR മൈനസ് ഉപയോഗിക്കുന്നുണ്ട്. മറിച്ച് നമുക്ക് ഒരു BR പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് 1/5 എന്ന് എഴുതിയത്. സോ 1/5 മൈനസ് 1/5 ഡെൽറ്റ BR മൈനസ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ മൈനസ് BR, ഡെൽറ്റ BR മൈനസ് ബൈ ഡെൽറ്റ ടി. ഈ BR മൈനസ് ബ്രോമൈഡ് അയോൺ. ഓക്കെ, BR അല്ല, BR മൈനസ്. ഇവിടെ ഡെൽറ്റ ഉണ്ട്. ഡെൽറ്റ ഡി ആണ് വെച്ചാൽ ഡി, അതുകൊണ്ടാണ് മൈനസ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് മൈനസ് ഈസ് ദയർ, ദാറ്റ് ഈസ് ഡിക്രീസിംഗ് കോൺസെൻട്രേഷൻ. സോ 1/5 ആണ് ഇവിടുത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. 1/5 delta BR by delta T, that is equal to ഇതേപോലെ തന്നെ നമുക്ക് ഈക്വൽ ടു ഇതിന്റെ ഈ റിയാക്ടന്റിന്റെ വേറെ പറയാം. ദാറ്റ് ഈസ് മൈനസ്, അവിടെ കോഎഫിഷ്യന്റ് 1 ആണ്, അതുകൊണ്ട് നമ്മളൊന്നും എഴുതണ്ട. ഡെൽറ്റ BrO3 മൈനസ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, ഇതിന്റെ എന്താ എഴുതുക? H പ്ലസിന്റെ 1/6 മൈനസ് വേണം, മൈനസ് 1/6 H പ്ലസ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ H പ്ലസ് ബൈ ഡെൽറ്റ ടി. അപ്പൊ റിയാക്ടൻസിന്റെ എല്ലാം കഴിഞ്ഞു. ഈ പ്രോഡക്റ്റിന്റെ എഴുതുമ്പോഴോ റേറ്റ് ഓഫ് ദി ആവറേജ് റേറ്റ് ഓഫ് ദീസ് പ്രോഡക്ട്സ് എന്താണ്? ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് ആണ്, അതുകൊണ്ട് മൈനസ് ഉണ്ട്. 1/3 ഡെൽറ്റ BR2 ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 1/3 ഡെൽറ്റ H2O ബൈ ഡെൽറ്റ ടി. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ? 1/5, 1/6, 1/3 ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പൊ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലേക്ക് എഴുതുക. മനസ്സിലായില്ലേ? എന്നാലേ എല്ലാത്തിന്റെയും നമ്മൾ റേറ്റുകൾ പറയാൻ പറ്റുള്ളൂ. ഇനി ഡി ആണോ ഡെൽറ്റ ആണോ എന്നുള്ളത് ഇത് ഏതാണ് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇൻസ്റ്റന്റേനിയസ് ആണോ ആവറേജ് ആണോ എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നിങ്ങൾ യു ഫൈൻഡ് ഔട്ട് മോർ such type of equations and write down these instantaneous or average rates accordingly. അതിന്റെ കോഎഫിഷ്യൻസ് എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഡിക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദ റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് അതർ റിയാക്ടന്റ്. മനസ്സിലായില്ലേ? എല്ലാം കൂടി പ്ലസ് 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 ഇട്ടിട്ട് എഴുതരുത്, എല്ലാം ഈക്വൽ ആയിട്ടാണ്. മനസ്സിലായി? കോഎഫിഷ്യൻസ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയാൽ എല്ലാം ഈക്വൽ ആയിട്ടാണ്. ഈ പ്രോഡക്റ്റിന്റെ കേസിൽ അതേപോലെ തന്നെ പ്ലസ് ഇട്ടിട്ട് എഴുതരുത്. എന്താണ് എഴുതേണ്ടത്? ഞാൻ പ്ലസ് ഇട്ട് എഴുതരുത് എന്ന് പറഞ്ഞാൽ ഈ റേറ്റുകൾ കൂട്ടി എഴുതരുത് എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? റേറ്റുകളൊക്കെ സെപ്പറേറ്റ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ബ്രോമിൻ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ദിസ് H2O. രണ്ടും സെയിം ആണ്, അതാണ് കൂട്ടി എഴുതരുത് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ രണ്ട് റേറ്റുകളാണ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റും പിന്നെ ആവറേജ് റേറ്റുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനി അടുത്ത ദിവസത്തിൽ നമ്മൾ എന്താണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് കാണാൻ പോകുന്നത്. ഓക്കെ.